എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും എങ്ങനെയാണ് ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു 15 കട്ട്ലേറ്റ് തയ്യാറാക്കാനുള്ള കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻ്റ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളതും. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിട്ടുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോയും വളരെ തന്നെ യൂസ്ഫുള്ളാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാണ്. അധികം മസാലകളൊന്നും തന്നെ ചേർക്കാതെ തനി നാടൻ രുചിയിൽ എല്ലാവരും കൊതിച്ചു പോകുന്ന അത്ര ടേസ്റ്റോടുകൂടി തന്നെയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനി വീഡിയോ കാണുമ്പോൾ പ്രയോജനകരമാണ് എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 300 ഗ്രാം അളവിൽ എല്ലില്ലാത്ത പീസുകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ ചിക്കൻ പീസുകളൊന്നും നമുക്ക് വേവിച്ചെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു പ്രത്യേക രീതിയിലാണ് ഈ ഒരു ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് മസാലകൾ കൂടെ ചേർക്കാം. 2 കഷ്ണം കറുവപ്പട്ടയും, ഒരു ചെറിയ കഷ്ണം ജാതിപത്രിയും, ഒരു ചെറിയ തക്കോലവും, 3 കറിയാമ്പൂവും, 5 ഏലക്കയും കൂടി വെള്ളത്തിലേക്ക് ചേർക്കാം. ഏലക്കയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് കൂടെ ചേർക്കാം. ഇനി മസാല ചേർത്ത വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് വറ്റിയ പാകത്തിലേക്ക് ആയി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവില് മല്ലിപ്പൊടി കൂടെ ചേർക്കണം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ പീസുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുത്തതിന് ശേഷം കഷ്ണങ്ങൾ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ 4 ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങി പൊടിച്ചു വെക്കണം. കിഴങ്ങ് പുഴുങ്ങിയെടുക്കുമ്പോൾ അധികം ഒന്നും വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കരുത്. 4 ഉരുളക്കിഴങ്ങിന് 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ടും. ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ പീസുകൾ ഒന്ന് തുറന്നു നോക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിലെ വെള്ളമയം മുഴുവനും തന്നെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ചേർത്ത മസാലകൾ മുഴുവനും തന്നെ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകളൊന്ന് ചൂടാറ്റി എടുക്കാം. ചൂടാറി വരുമ്പോഴേക്കും ഇതിൽ ചേർത്തിട്ടുള്ള മസാലകൾ മുഴുവനും നമുക്കൊന്ന് പെറുക്കി മാറ്റണം. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്നും മസാലകളും പെറുക്കി മാറ്റിയിട്ടുണ്ട്. കുരുമുളകൊന്നും പെറുക്കി മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകൾ നമ്മുടെ കൈ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. ചെറിയ വല്ല എല്ലു ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മുഴുവനും തന്നെ നീക്കം ചെയ്തിട്ട് ഇതുപോലെയാണ് ഞാനിവിടെ ആക്കിയെടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയ ചിക്കൻ പീസുകൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഈ ഒരു രീതിയിൽ പൊടിച്ചും കൂടെ എടുത്തിട്ടുണ്ട്. ചിക്കൻ പീസുകൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് നിങ്ങൾ പൊടിച്ചെടുക്കരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കട്ട്ലേറ്റിന് വളരെ തന്നെ സ്വാദ് കുറവായിരിക്കും. ഇനി നമുക്ക് ഈ ചിക്കൻ പീസുകളൊന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് ചിക്കൻ വേവിച്ച അതേ പാനിലേക്ക് 1 ടീസ്പൂൺ അളവില് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 5-8 അല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്തൊന്ന് മുരിയിച്ചെടുക്കാം. വെളുത്തുള്ളി ഒന്ന് മുരിഞ്ഞു തുടങ്ങിയാൽ 2 സവാള കട്ട് ചെയ്തത് കൂടെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി സവാള ചേർത്ത് ഒന്നുകൂടെ മുരിയിച്ചെടുക്കാം. സവാള വഴറ്റുന്ന സമയത്ത് ഇതിലേക്ക് ഒരുപാട് എണ്ണയൊന്നും കോരി ഒഴിച്ചു കൊടുക്കരുത്. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി കിട്ടിയാൽ മതിയാകും. ഈ ഒരു സമയത്ത് എരിവിന് ആവശ്യമായ 3 പച്ചമുളക് കട്ട് ചെയ്ത് കൂടി ചേർക്കാം. ഇനി വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമായിരിക്കണം ചേർത്ത് വഴറ്റേണ്ടത്. സവാള മുരിഞ്ഞു തുടങ്ങിയിട്ടില്ല, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടിയേ വന്നിട്ടുള്ളൂ. ഈ ഒരു സമയത്തായിരിക്കണം നമ്മൾ നേരത്തെ കാണിച്ച ചിക്കൻ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതും. ചിക്കനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഒരു സമയത്ത് നമ്മൾ വേവിച്ച ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ ഒന്ന് പൊടിച്ചുകൂടെ വെച്ചിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി തുടങ്ങും. ആ പാകം വരെയാണ് നമുക്ക് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കേണ്ടതും. ഇപ്പോൾ നമ്മുടെ ചിക്കന് നല്ല പോലെ മുരിഞ്ഞൊന്ന് പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ഒരു പരുവത്തിൽ നമ്മൾ പുഴുങ്ങി പൊടിച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം. ഇന്നത്തെ ഈ ഒരു ചിക്കൻ കൂട്ടിലേക്ക് ഞാൻ ഓവറായിട്ട് മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി ചേർത്ത് വീണ്ടും കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. പല ആളുകളും എന്നോട് എപ്പോഴും വന്ന് ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു
എന്നൊക്കെ പറയാറുണ്ട്. തല ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കൂട്ടൊക്കെ ഇവിടെ നല്ല പോലെ പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ ചൂടാറി കിട്ടാനായിട്ട് ഒരു പ്ലേറ്റിലേക്കും കൂടെ മാറ്റുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ആണ് കേട്ടോ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ചൂടാറി വരാനായിട്ട് ഇതുപോലെ ഒന്ന് നിർത്തിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഉടയാത്ത ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടും. ചൂടാറി വരുമ്പോൾ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചുകൂടി എടുക്കണം. നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല മയത്തിൽ കുഴച്ചെടുക്കുമ്പോഴാണ് കട്ട്ലേറ്റ് നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനും സാധിക്കുന്നത്. ഞാനിപ്പോ നിത്യവും ചെയ്യുന്ന അതേ ഒരു പാകത്തിലാണ് ഷേപ്പാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു കട്ട്ലേറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെയാണ് നമുക്ക് ഷേപ്പാക്കി എടുക്കേണ്ടതും. ആദ്യ കട്ട്ലേറ്റ് ഷേപ്പാക്കി മാറ്റിയതിന് ശേഷം അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റില് പല രീതിയിലുള്ള കട്ട്ലേറ്റ് ഷേപ്പറും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ വാങ്ങിച്ചും ചെയ്തോളൂ. ഞാനിപ്പോ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന അതേ ഒരു പാകമാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ഷേപ്പാക്കി ഞാനിവിടെ എടുത്തപ്പോൾ ഒരു 15 കട്ട്ലേറ്റ് ആണ് എനിക്ക് 300 ഗ്രാം അളവ് വെച്ച് കിട്ടിയിട്ടുള്ളത്. കേക്ക് ആവശ്യത്തിനുള്ള ഒരു മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ പീസ് ബ്രെഡ് പൊടിച്ചു വെച്ചിട്ടുള്ളതുമാണ്. മുട്ടയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരമായിട്ട് കോൺഫ്ലോറോ മൈദയോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഷേപ്പാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിയൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒറ്റ പ്രാവശ്യം കൊണ്ട് നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടുകൊടുത്ത് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞുകൂടി എടുക്കാം. ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിലായിരിക്കണം നമുക്ക് ഷേപ്പാക്കി എടുക്കേണ്ടതും. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ മേളിൽ നിന്നും ഈ ഒരു ബ്രെഡൊക്കെ പോയി എണ്ണ കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്ക് ബ്രെഡിൽ പൊതിഞ്ഞെടുക്കാനും സാധിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. എല്ലാം ഒറ്റയ്ക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കും. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഞാനിവിടെ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഇതൊന്ന് പൊരിച്ചും കൂടി എടുക്കാം. പൊരിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഓരോ കട്ട്ലേറ്റും ഇട്ടുകൊടുത്ത് ഒന്ന് മൊരിയിച്ചെടുക്കാം. കട്ട്ലേറ്റ് മൊരിയിക്കാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. ഒരു 4 കട്ട്ലേറ്റ് ആണ് ഈ ഒരു പാനിലേക്ക് ആദ്യം ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നത്. കട്ട്ലേറ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ കട്ട്ലേറ്റ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഭാഗമൊക്കെ ഇപ്പോൾ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗവും ഒരേ രീതിയിലേക്ക് മുരിഞ്ഞു കിട്ടാനായിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് ഗോൾഡൻ കളറിലേക്ക് മുരിയിച്ചെടുക്കാനായിട്ടും. നല്ല സ്വർണ്ണ നിറത്തിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്ന അത്രയും രുചിയിലാണ് നമ്മൾ ഈ കട്ട്ലേറ്റ് ഇവിടെ മുരിയിച്ചെടുത്തിട്ടുള്ളതും. അതുപോലെ നല്ല കളറോടുകൂടിയും നല്ല ഷേപ്പോടുകൂടിയുമാണ് നമ്മളിത് മുരിയിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ രണ്ടാമത് നമുക്ക് ഇതുപോലെ തന്നെ മുരിയിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് കൂട്ടുകാരെ നമ്മൾ ഇതുപോലെ നല്ല ക്രിസ്പി കട്ട്ലേറ്റ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരു തരി പോലും എണ്ണ കുടിക്കാതെ പൊട്ടിപ്പോവാതെ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ നല്ല മുരുമുര കട്ട്ലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.